നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഏറെ സന്തോഷത്തോടെയാണ് ഞാനിന്ന് തുടക്കം പറയുന്നത്. മലയാളത്തിൻ്റെ മഹാനായ നടൻ, പ്രിയപ്പെട്ട നടൻ, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക രോഗബാധിതനായി ഇനി ഒരുത്തൻ്റെ ശല്യം തീർന്നു എന്നൊക്കെ ഒരു പീറച്ചെറുക്കം പറഞ്ഞല്ലോ. അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറയും പോലെ ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും നെഗറ്റീവായി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം മടങ്ങിയെത്തുന്നു. എന്നാണ് എറണാകുളത്ത് വരുന്നതെന്ന് എനിക്കറിയില്ല. ആൻഡോ ജോസഫും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ജോർജും അടക്കം ഒരുപാട് പേർ ആഘോഷം പോലെ പോസ്റ്റ് ഇട്ടു. എന്നെ മലയാളത്തിലെ വർത്തമാനകാല മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു നടി വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ദിനേശ് ചേട്ടാ ഒരു നല്ല കാര്യം പറയാൻ വിളിച്ചതാണ്. ഞങ്ങൾക്കെന്തേ നമ്മുടെ മമ്മൂക്കയുടെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി ചേട്ടാ എന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ആരുടെയോ രോഗം മാറിയ സന്തോഷമായിരുന്നു എനിക്ക്. അദ്ദേഹം പോകുന്നത് മഹേഷ് നാരായണൻ്റെ, മോഹൻലാലും മമ്മൂട്ടിയും നയൻതാരയും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉള്ള പടത്തിലേക്കാണ്, ശ്രീലങ്കയിലേക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ സജീവമായിട്ട് മമ്മൂക്ക നിൽക്കട്ടെ. നമസ്കാരം. ആകെ കുഴഞ്ഞു പറഞ്ഞ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. പറയണോ വേണ്ടേ എന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചതുമാണ്. എനിക്ക് പത്രം ഇടുന്ന പത്രക്കാരൻ സത്യം പറഞ്ഞാൽ പാവമായോണ്ടായിരിക്കാം എന്നോട് ഉടക്കാത്തത്. ഒരു കൂതറ ഹെഡിങ് അല്ലെങ്കിൽ ഒരു കൂതറ വാർത്ത അല്ലെങ്കിൽ നട്ടാ കുരുക്കാത്ത ഒരു നുണയം വാർത്ത പത്രത്തിൽ, ഞാൻ വരുത്തുന്ന പത്രത്തിൽ വന്നാൽ പിറ്റേ ദിവസം തന്നെ ആ പത്രക്കാരനെ വിളിച്ചിട്ട് പറയും അത് മാറ്റി കേട്ടോ, ഞാൻ വേറൊരു പത്രത്തിൻ്റെ പേര് പറയും. ഇങ്ങനെ പല പേരുകളും മാറി പത്രങ്ങൾ ഇടാറുണ്ട്. എൻ്റെ വീട്ടിൽ കേരളകൗമുദി പത്രമായിരുന്നു സ്ഥിരമായി വരുത്തിയിരുന്നത്. എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ശിവഗിരിയിൽ പോലീസ് കയറി ഒരു മർദ്ദനമൊക്കെ നടന്നല്ലോ. ശിവഗിരി കുന്നിൻ്റെ മുകളിൽ അഗ്നികുണ്ടോന്നോ എന്തോ പറഞ്ഞ് കേരളകൗമുദി എന്നുള്ള ടൈറ്റിലൊക്കെ താഴെ ആക്കിയിട്ട് മുകളിൽ തീയൊക്കെ വെച്ചൊരു ടൈറ്റിൽ ചെയ്തതിൻ്റെ അന്ന് ഞാൻ കേരളകൗമുദി നിർത്തി. 10 ദിവസം മാതൃഭൂമി ഇട്ടു. ഈ 10 ദിവസം എൻ്റെ അമ്മ പത്രം വായിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് കേരളകൗമുദി വേണം, കാരണം വർഷങ്ങളായുള്ള ശീല. ഞാൻ വീണ്ടും കേരളകൗമുദി ഇട്ടു. അങ്ങനെ പല പ്രാവശ്യം ഞാൻ കേരളകൗമുദി ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലിടുന്ന മാതൃഭൂമിയാണ്. മിനിഞ്ഞാന്ന് വന്ന മാതൃഭൂമി കണ്ടപ്പോൾ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു അവർ. ഫ്രണ്ട് പേജിൽ വലിയ ഹെഡിങ്ങിൽ ഫണ്ട് കിട്ടിയതിൽ മന്ത്രിമാരും ഗുരുതര ആരോപണങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കച്ചവടം തീർന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ്. ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാനത് വായിച്ചപ്പോഴാണ് നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പുതിയ തലമുറയിലെ പത്രപ്രവർത്തകർക്ക് ABCD പത്രപ്രവർത്തനത്തിൻ്റെ അറിയില്ല, അല്ലെങ്കിൽ മെനക്കെടാൻ തയ്യാറല്ല എന്നെനിക്ക് തോന്നിയത്. 2020 തുടങ്ങിയ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള മാനസിക അകൽച്ചയും, ഒരു ഇൻ്റർനാഷണൽ തരികിടയായ ഭർത്താവിനെ സഹിക്കവയ്യാതെ ഭാര്യ ഉപേക്ഷിക്കുകയും അവർക്ക് രഹസ്യബന്ധമുണ്ട് വേറൊരുത്തനുമായിട്ട്, ഒരു സിനിമാക്കാരനുമായിട്ട് എന്ന് പറയുകയും അതിൽ മമ്മൂട്ടിയെ പിടിച്ചിടുകയും അങ്ങനെ ഒരുപാട് ഗുലുമാലുകളുണ്ടാക്കിയ ഒരു സംഭവം 2020 നടന്നിരുന്നു. 2021 പരസ്യമായി ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് പൊളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചു കൊടുക്കുകയും ഈ ഭർത്താവെന്ന് പറഞ്ഞ മാന്യൻ അന്ന് തന്നെ സകലമാന പേരും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വായിച്ചതാണ്. നമ്മളും ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇതിനെ അവൻ ഇപ്പോഴും വീണ്ടും പൊടി തട്ടിയെടുത്ത് ഏതൊക്കെയോ പത്രക്കാർക്ക് അയച്ചു കൊടുത്തു. അത് വെച്ചുകൊണ്ട് ഒന്നും അതിനെപ്പറ്റി അന്വേഷിക്കുക പോലും ചെയ്യാതെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ അതൊരു വലിയ ഹെഡിങ് ആക്കി, ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം സഹകരിക്കുന്ന, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ശ്രേയംസ് കുമാറും സംഘവും ഒക്കെ ഉള്ള മാതൃഭൂമി ഇത്ര അധപ്പതിക്കാമോ എന്ന് എനിക്ക് തോന്നി. ഫണ്ട് കിട്ടിയതിൽ മന്ത്രിമാരും ഗുരുതര ആരോപണങ്ങൾ. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്ന് വൻതോതിൽ പണം അയക്കുകയും
അത് പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷ നേതാക്കൾക്ക് നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണത്തിന് പുറമെ കൺസൾട്ടൻസി, മറ്റ് സേവനങ്ങൾ തുടങ്ങിയ പേരിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്. മുൻ മന്ത്രിമാരായവർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അടിത്തറ തന്നെ ഇളകും. വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് ഈ ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലുള്ള കമ്പനിക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് അവിടുത്തെ DGP റദ്ദാക്കി. ഈ അന്വേഷണം പാർട്ടിയിലേക്കും അതിൻ്റെ നേതാക്കളിലേക്കും എത്തുമെന്ന് ഭയപ്പെടുന്നു. പാർട്ടിയിലെയും സർക്കാരിലെയും സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് അന്വേഷണം. ബിജു പരവത്ത് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരനായ ഒരു റിപ്പോർട്ടറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ പറയുന്ന വേറൊരു വാർത്ത, CPM നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തോടൊപ്പം കോടതിയിൽ. പൊളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെക്കുറിച്ച് നേതാക്കൾക്ക് അമ്പരപ്പ്. ഇനിയിപ്പോൾ MA ബേബി ബോധം കെട്ട് വീണു എന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷക്ക് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുമോ എന്ന് എനിക്കറിയില്ല. വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ പറ്റും. പാർട്ടിയുടെ ലണ്ടൻ പ്രതിനിധി രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന വാർത്ത സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ രേഖയുള്ളത്. അദ്ദേഹത്തിനെതിരെ പാർട്ടിയോട് അടുപ്പമുള്ള ചെന്നൈയിലെ വ്യവസായി PBക്ക് നൽകിയ പരാതിയിലാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കും വിധം കോടതിയിൽ സമർപ്പിച്ചത്. മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിന് കേസ് രേഖയായി നൽകിയെന്ന് വ്യക്തമല്ല. എവിടെ നിന്ന് കിട്ടിയെന്നും വ്യക്തമല്ല. 2022 നൽകിയ പരാതിയാണ്. പരാതി നൽകിയ കാര്യം ഈ വ്യവസായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഉള്ളടക്കം വ്യക്തമാക്കിയിരുന്നില്ല. ചോദിക്കുന്നവർക്ക് നൽകാം എന്ന് അദ്ദേഹം ഏറ്റിരുന്നു. ഗുരുതര ആരോപണങ്ങളാണത്രേ. ഇത് പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമത്രേ. സർക്കാർ തീരമേഖലയിൽ നടപ്പിലാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനികളുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമാണെന്ന രീതിയിലും പറയുന്നുണ്ട് അത്രേ. തെളിവ് സഹിതമാണത്രേ PBക്ക് നൽകിയത്. PBക്ക് നൽകിയ പരാതി പാർട്ടിയുടെ രഹസ്യരേഖയായി മാറേണ്ടതാണ്. പരാതിയിലെ ഉള്ളടക്കമാണ് പുറത്തു വന്നത് എന്നും ബിജു പരവത്ത് പറയുന്നു. ഒരു പൊട്ടനാണെന്നേ ഞാൻ ഇയാളെ പറയും. കാരണം 2021 PBക്ക് കൊടുക്കുകയും ഒപ്പം അത് എടുത്ത് ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് നാട് മുഴുവൻ അറിയും. നമ്മുടെ മറുനാടൻ ഷാജൻ വിളിച്ചിരുത്തി ഈ മഹാനെ ഇൻ്റർവ്യൂ ചെയ്ത് എത്രയോ എപ്പിസോഡുകൾ വിടുകയും ഒക്കെ ചെയ്ത സാധനം PB രഹസ്യമായി പൂട്ടി വച്ചില്ല അത്രേ എന്ന് ഈ ബിജു പരവത്ത് പറയുമ്പോൾ ഇയാൾ ഏത് കോപ്പിലെ പത്രപ്രവർത്തനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഷേംസ് കുമാറിനൊക്കെ ഇത്തിരിയെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, വീരേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ധീരനായ മനുഷ്യൻ്റെ മകനാണെങ്കിൽ ഈ ബിജു പരവത്തിനെയൊക്കെ എത്രയും പെട്ടെന്ന് മാതൃഭൂമി എന്ന് പറഞ്ഞു വിടണം. 4 വർഷം മുമ്പ് നാട്ടിലെ എല്ലാവരും വായിച്ചു. കാരണം രതീന എന്ന് പറയുന്ന പുഴു എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായികയുടെ ഭർത്താവാണ് ഈ അൽക്കുലത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ബിജു ഈ പറയുന്ന രതീനയെ അയാളുടെ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ഹീനമായ ഒരുപാട് പോസ്റ്റുകൾ ഇട്ട മനുഷ്യനാണ് ഈ പരാതി PBക്ക് കൊടുത്തത്. ഇത് 4 വർഷം മുമ്പ് അങ്ങാടിപ്പാട്ട് പോലെ എല്ലാവരും പറഞ്ഞ് ചവച്ച് തുപ്പിക്കളഞ്ഞതും ചാനലുകളും പത്രങ്ങളും എല്ലാം പറഞ്ഞു തീർത്ത സാധനത്തിനെ ഒരു അത്ഭുത സംഭവം കണ്ടുപിടിച്ച മട്ടിലാണ് മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ 4 കോളം വാർത്തയായിട്ട് വലിയ ഹെഡിങ്ങൊക്കെ ഇട്ട് പച്ച മഷിയിലൊക്കെ അടിച്ച് അങ്ങ് വിട്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ രാജേഷ് കൃഷ്ണയുടെയും ഈ പറയുന്ന രതീനയുടെ മുൻ ഭർത്താവായ ഷർസാദ് എന്ന് പറഞ്ഞ എന്താ മുനിയാണ്ടിന്നോ വാങ്ങേണ്ടിന്നോ എന്താണ് പേര്, അയാളുടെയും ഫേസ്ബുക്കിൽ കയറി നോക്കണം. ഇവർ 3 പേരും പറഞ്ഞത് വായിച്ചിട്ട് ഇതിലാരുടെ പക്ഷമാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇപ്പം നിങ്ങൾ ഈ മുനിയാണ്ടിയുടെ ഈ ഷർസാദിൻ്റെ മാത്രം വായിക്കുകയാണെങ്കിൽ അയ്യോ പാവം, ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഭാര്യയെ പറഞ്ഞു വിട്ട വലിയ മനസ്സുള്ള മനുഷ്യൻ. അവളൊരു സിനിമ എടുക്കാൻ പോയി മമ്മൂട്ടിയെ നായകനാക്കി പുഴു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് കാരണം അയാൾക്ക് ഭാര്യയും നഷ്ടപ്പെട്ടു, 2 മക്കളെയും നഷ്ടപ്പെട്ടു, അയാൾ അനാഥനായി എന്ന് നിങ്ങൾക്ക് തോന്നും.
വെറുതെയാണ് മമ്മൂട്ടിയൊക്കെ പിടിച്ചതിനകത്തിട്ട്. മമ്മൂട്ടിക്ക് പറ്റിയൊരു അബദ്ധം, ഈ പെൺകുട്ടി ഒരു കഥ പറയാൻ വന്നപ്പോൾ കയറി ഏറ്റതാണ് മമ്മൂട്ടിക്ക് പറ്റിയ അബദ്ധം. മമ്മൂട്ടിയെ വിളിക്കുന്ന തെറിയാണോ ഇയാൾ? കഷ്ടമാണ്. നമ്മൾ രതീനയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്തെല്ലാം ഹീനമായ പണികൾ ചെയ്തു, ആരെയെല്ലാം പറ്റിച്ചു, എന്തെല്ലാം ചതികൾ നടത്തി എന്ന് കാണാം. മറുവശത്ത് രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ രാജേഷ് കൃഷ്ണയുമായി ഇയാൾ സംസാരിക്കുന്നത് അടക്കം നിങ്ങൾക്ക് കേട്ടാൽ രാജേഷ് കൃഷ്ണയ്ക്കാണോ ന്യായം, ഈ പറയുന്ന മുനിയാണ്ടി ഷെർസാദിനാണോ ന്യായം, അല്ലെങ്കിൽ രതീനെ പറയുന്നതല്ലേ ശരി എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. ആദ്യം രാജേഷ് കൃഷ്ണയെ അങ്ങോട്ട് വിളിച്ച് കാലിൽ വീണ് എനിക്കൊന്ന് കാണാനൊരവസരം തരൂ എന്ന് ഷെർസാദ് പറയുന്ന ഓഡിയോ സന്ദേശം നിങ്ങൾ ആദ്യം കേൾക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പറയാം. നമ്മളത് കാണേണ്ട കാര്യമല്ല ഷെർസാദ്, ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. ഒരു ചാൻസ് പ്ലീസ്. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. കാണണമായിരുന്നു, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? ഷെർസാദ് ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂരിൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അല്ല, ഇന്നത്തെ ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാൻ ഷെർസാദിന്റെ വഴിയിൽ വന്നിട്ടില്ല. ഷെർസാദ് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതിനെ മാക്സിമം ഞാൻ ചെയ്തു. അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അല്ല, എല്ലാവരുടെ ലൈഫിൽ വരും. പക്ഷെ എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷെർസാദ്, ഉണ്ടോ? അതെ രാജേഷ്, ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അല്ല, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. കഴിഞ്ഞ അവിടെ കണ്ടപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാനാണ് വന്ന് സംസാരിച്ചത് ആണല്ലോ. അല്ലല്ലേ, അന്നത്തെ എന്റെ മെന്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട്. ശേഷം അതെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ അല്ലയോ? അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെന്നൈയിലത് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെന്നൈയിൽ എടുത്താലില്ല. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൽ പലതും എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയില്ല. അല്ല, ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു തെറ്റെന്റെ അടുത്ത് ഉണ്ട്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ അന്ന് ജയാനന്ദിന്റെ ഹോളിഡേ നോട്ടിൽ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാനൊരു കാര്യം ചോദിച്ചില്ല. ജയാനന്ദ് എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല, നിങ്ങൾ കണ്ടോ. ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്നോട് പറയേണ്ടി വല്ല കാര്യമുണ്ട് ജയാനന്ദ് പറയും. അതാണ് എന്റെ വിശ്വാസം. അത് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം. അതാണ്. ഈ മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. അത് പ്രശ്നങ്ങൾ പറഞ്ഞു മനുഷ്യന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ചാൻസുകൾ പലത് തന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ. നിങ്ങൾ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പല പ്രമുഖരുടെയും പടം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പറ, എന്റെ അറിവിൽ നിങ്ങളാ ചെയ്തേ, അതിനറിയാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അതൊക്കെയാണ് അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ സംസാരിക്കൂ. അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ കാണാം. എനിക്കില്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ സ്വസ്ഥമായി സന്തോഷമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഞാൻ കാണണമെന്ന് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ്. ശരി. എനിക്ക് ഞാനങ്ങനെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളല്ല. നിങ്ങൾ നല്ലപോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഉപയോഗിച്ച ഒരേ നമ്പറാണ്. ഭാര്യയുടെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് മാറിപ്പോകും നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇപ്പൊ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പെട്ടിട്ടുണ്ടോ ഇല്ല എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ശ്രമിച്ചത്, നിങ്ങൾ എനിക്കെതിരെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്ക് അതിന്റെ പേരിൽ ഒരു ഡാമേജും ഉണ്ടായിട്ടില്ല. ഇനി ബാക്കി പറ, ഇനിയത്തെ കാര്യം എന്താന്ന് പറയാം. ഫാമിലി വിഷയം അല്ലെന്ന് പറഞ്ഞു. ഫൈൻ. എന്താണ് നിങ്ങൾ
അല്ല എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള വരുന്നതല്ല ഞാൻ. നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ബേസിക് സാധനം പറയും. അതിനകത്ത് കണ്ടിട്ട് കാര്യമുണ്ടോ വർത്തുണ്ടോ എന്നുള്ളത് ഞാനിവിടെ തീരുമാനിക്കേണ്ടതല്ലേ. കാരണം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിച്ച് സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ബാംഗ്ലൂരിൽ അനുവദിച്ച് കാണാൻ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെന്നൈയിൽ നിന്ന് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ കണ്ടേ. നിങ്ങളുടെ വിഷയം ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അതിന്റെ അകത്തൊക്കെ ആ സംസാരത്തിന്റെ ശേഷമൊക്കെ നടന്ന ഗെയിമുകൾ സത്യം പലതും നിങ്ങൾ അറിയില്ല. അത് എനിക്ക് എന്റെ ഭാഗത്തുള്ള സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്താണെന്നുള്ളത്. അല്ല, എനിക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ പറയാം. എനിക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾക്ക് പറയുന്നത് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ അതിനകത്ത് വർത്താണോ നോക്കാതെ ഞാൻ എന്തിനാ നിങ്ങളുടെ കഴിഞ്ഞാണോ നമ്മൾ തമ്മിൽ പിരിഞ്ഞറിയാമല്ലോ. എന്റെ മോതിരം ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. നിങ്ങളെ അടിക്കേണ്ട അടി ഞാൻ ടേബിളിൽ അടിച്ചതാ ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിജയകുമാർ എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിച്ചത്. അന്ന് നിങ്ങൾ എന്നെ വട്ടം കിടക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ കൈയെടുത്ത് മാറി നിന്നു. എനിക്കെതിരെ എന്ത് കേസ്? എന്റെ കമ്പനി പൂട്ടുമെന്ന് പറഞ്ഞ മാസങ്ങളായല്ലോ, എന്നിട്ട് പൂട്ടിയോ ഷർഷാദെ? ഞാൻ കമ്പനി കൂട്ടുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂട്ടിക്കുന്നത്. ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പൂട്ടിക്കുമെന്ന്. നിങ്ങൾ പറഞ്ഞെന്ന് അതിക്കൂടുവാണോ? ഈ ഷാനവാസിന്റെ അടുത്തൊന്നും ഞാൻ പോയതല്ല. ഫസ്റ്റ് ആര് പോയാലും ഷർഷാദെ, നിങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയകുമാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പൂട്ടിക്കുമെന്ന്, ഇല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വിജയകുമാറിന്റെ മുമ്പിൽ പറയാലോ ഞാനിപ്പോ പറഞ്ഞ അയാളെ പൂട്ടിക്കുന്നല്ലോ. നിങ്ങൾ സ്ഥാപനം പൂട്ടിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു. നിങ്ങൾ എനിക്കെതിരെ ഉള്ളത് FIRC ഏതാണ്ടിന്റെ എവിഡൻസ് ഉണ്ട്. ഞാൻ അവിടെ എനിക്ക് അയച്ച മെസ്സേജിലുണ്ടല്ലോ. നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിരിക്കുന്ന ആളാണ്. എന്നാൽ നിർമ്മല സീതാരാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടും എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ട്. നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കും സിനിമ ഇറങ്ങിയാൽ എന്നും പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ട്. ഇതൊന്നും ഞാൻ ഒരോർത്തും കൊടുത്തിട്ടില്ല. ഞാനൊന്നും വെളി വിട്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ, ഞാനല്ല പറഞ്ഞേ. നിങ്ങൾ പറ, നിങ്ങൾക്ക് കാണണമെന്നുള്ള റീസൺ എന്താണ് കാര്യങ്ങൾ? അത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാധനമാണ്, നമ്മൾ സംസാരിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി റിലേറ്റഡ് സാധനമല്ല. എനിക്ക് നിങ്ങളെ കാണണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റേ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ. ശരി, അത് ഇപ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ്. അത് ദൈവം എന്താ വിധിച്ചത് വരെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തിനെ കുറിച്ചാണ്? ബിസിനസിനെ കുറിച്ചാണോ പിന്നെ സംസാരിക്കേണ്ടത്? എന്തിനെ കുറിച്ചാണ്? ഞാൻ ജയാനന്ദന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ജീവിതത്തിൽ ഇനി ഒരു ബിസിനസ് ചെയ്യുമെന്ന് ഷർഷാദ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ബിസിനസിന്റെ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ബിസിനസ് റിലേറ്റഡിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളുമായിട്ട് ഒന്നും ചെയ്യാനില്ല. വേറെ എന്തെങ്കിലും കാര്യം സപ്പോർട്ട് ചെയ്യാനല്ല പറയുന്നത്. ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റപ്പും കമ്പനിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് ആത്മാർത്ഥമായ എന്റെ ആഗ്രഹം. ഞാൻ നിങ്ങൾ പൊളിഞ്ഞോണമെന്നൊന്നും ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ ആരായാലും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ രാജേഷ്, അത് ആ ഒരു തെറ്റിദ്ധാരണയൊക്കെയാണ് തീർച്ചയായിട്ടും. ഞാൻ തെറ്റിദ്ധാരണ അതല്ല. നിങ്ങൾ അയച്ച മെസ്സേജിന് നിങ്ങൾ തെറ്റിദ്ധാരണ എന്ന് പറയുമോ? നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമല്ല, വേറെ മൂന്നാമതൊരാൾ പറഞ്ഞല്ല. അപ്പൊ പിന്നെ നിങ്ങൾ തകർക്കും, ഇപ്പൊ പൊളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ 1 രൂപയുടെ ഇല്ലീഗൽ സാധനം ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളതാണ് ഞാൻ ഇങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്കതിനകത്ത് വേറെ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് എന്താ ഞാൻ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇല്ല. വേറെ എന്ത് കാര്യം സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത്രയേ ഉള്ളൂ. ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ നമുക്ക് ഫോണിൽ സംസാരിച്ചാൽ പോരെ? എന്തിനാ നേരിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഒരു ഫോണിൽ സംസാരിക്കുന്നതിനെക്കാട്ടി ഒരു അരമണിക്കൂർ. ഞാനിപ്പോ എയർപോർട്ടിലാ. ഞാനിപ്പോ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഇന്ന് കാണാൻ എന്തായാലും പറ്റില്ല. ഞാൻ വരുന്നുണ്ടല്ലോ അടുത്ത ദിവസം. ഞാൻ ഇപ്പൊ എയർപോർട്ടിലുള്ള എനിക്ക് ഫ്ലൈറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യാം. കേട്ടല്ലോ, രാജേഷ് കൃഷ്ണയുടെ കാല പിടിച്ച് രാജേഷ് കൃഷ്ണ എന്താ പറയുക, കട്ടൺ റൈറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു ഇല്ലേ? എനിക്ക് നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിലും ഇടപെടാൻ താല്പര്യമില്ല, നിങ്ങളോടും ഇടപെടാൻ താല്പര്യമില്ല. നിങ്ങൾ ഇനി എന്ത് പുല്ല് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കമ്പനി പൂട്ടാമെങ്കിൽ നീ പൂട്ടിക്കോ. നിനക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിർമ്മല സീതാരാമനുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. കേരളത്തിലെ മിനിസ്ട്രിയെ കൊണ്ട് ഇയാക്കി അങ്ങനെ ചെയ്തോ. മദ്രാസിലെ അവരെ കൊണ്ട് നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയിൽ അത് സംസാരിക്കുമ്പോഴും ഈ കള്ളൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് കാണാൻ സമ്മതിക്കൂ. ഞാനൊന്ന് വന്ന് നിങ്ങളെ ഒന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നീ എന്നെ കാണണ്ട,
ഇതുപോലെ മുമ്പൊരിക്കൽ നീ ബാംഗ്ലൂർ വന്ന് കണ്ടതാണല്ലോ എന്ന് കേട്ടല്ലോ നിങ്ങളല്ലേ. രതീന പറയുന്നത് ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച, അണ്ടർലൈനിട്ട് കേൾക്കണം, കോടതി ശിക്ഷിച്ച പോലീസ് നോൺ ബെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് ഈ ഞാൻ വ്യവസായി എന്ന് പറയുന്ന അവരുടെ മുൻ ഭർത്താവ് ഉദ്യോഗസ്ഥൻ. 2020 രതീന ഇയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. 2021 കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തു. എന്തിനെന്നറിയാം, പുഴുവെന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിക്കുന്നിടത്ത് വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തു. നിങ്ങൾ ചിത്രീകരിക്കുന്നിടത്ത് ഇയാൾ വരാതിരിക്കാനുള്ള പോലീസിൻ്റെ സംവിധാനങ്ങൾ കൊടുക്കാനായിട്ട് 2021 കോടതി തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തു. കോടതിയെ ഈ പറയുന്ന മഹാൻ അനുസരിക്കില്ല, ഷഹസാദ് അനുസരിക്കില്ല. കോടതി നിർദ്ദേശങ്ങൾ അയാൾ പാലിക്കില്ല, പുല്ല് വിലവലും കൊടുക്കില്ല. കാരണം ഇവിടുത്തെ കോടതി എന്തെങ്കിലുമൊക്കെ ഇട്ട എം മദ്രാസിലല്ലേ, കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. ബാങ്കിനെ കബളിപ്പിച്ച് കുടുംബ വീടിനെ ജപ്തിയിലെത്തിച്ചു ഈ മഹാൻ. ബാങ്കിനെ പറ്റിച്ചതാണ്. 2,65,00,000 രൂപ ഈ വ്യവസായി എന്ന് പറയുന്ന മഹാൻ അടയ്ക്കാതെ ജപ്തിയിലെത്തിച്ചു. അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് തോമസ് ഐസക് ആയിരുന്നു. അദ്ദേഹം ഇടപെട്ട് കുറച്ച് സാവകാശം കൊടുത്തു, ജപ്തി നടപടി നീട്ടിവെച്ചു. സമ്മർദ്ദത്തിലായപ്പോൾ രതീനയുടെ അവിഹിത ബന്ധങ്ങളാണ് ഇയാൾ പറയുന്നത്. 2,65,00,000 രൂപ അടച്ച് വീട് തിരിച്ചെടുത്ത് കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞാൽ നീ കണ്ടതിൻ്റെ കൂടെ അല്ലടി കിടക്കണേ എന്നുള്ള അവിഹിത കഥയിലേക്കാണ് ഇദ്ദേഹം പോണത്. 2024 നവംബർ 29 രതീനയ്ക്ക് അനുകൂലമായ വിധി വീണ്ടും കോടതി വിധിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോയിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചു, രാജേഷ് എത്ര ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമില്ല ഷഹസാദ്, നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ലല്ലോ. അപ്പോൾ ഈ മകൻ ഇടപെടുന്നു എന്നല്ല പറഞ്ഞത്, ഒരു ചാൻസ് പ്ലീസ്, ഒരു ചാൻസ് നിങ്ങളെ കാണാൻ ഒരു അവസരം തരൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമുണ്ടോ? വേറെ ഒന്നും കൊണ്ട് പറയുകയല്ല, കാണണമായിരുന്നു. ഞാൻ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളൊരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? നിങ്ങളിങ്ങനെ കാല് പിടിച്ച് വന്നിട്ട് ബാംഗ്ലൂരിൽ നമ്മൾ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അന്നത്തെ സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ സിറ്റുവേഷൻ മാറി. ഒന്ന് കാണാൻ അനുവദിക്കൂ. ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല ഷഹസാദ്. അന്നും ഇന്നും ഷഹസാദിൻ്റെ വഴിയിൽ ഞാൻ വന്നിട്ടില്ല. ഷഹസാദിനെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തു. അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങൾ കയറി വരുമല്ലോ എന്നാണ് ഷഹസാദ് പറയുന്നത്. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങൾ വരാം, പക്ഷേ എന്നെ വേട്ടയാടാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ഉണ്ടോ എന്നായി രാജേഷ് കൃഷ്ണ. അതെ, നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആവത്തില്ല പെരുമാറുന്നത്. ഇടിച്ച് നിൻ്റെ കൂമ്പിനെ വാട്ടും എന്നാണ് എൻ്റെ അർത്ഥം, ചവിട്ടി കൂട്ടും എന്നാണ് എൻ്റെ അർത്ഥം. കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആവത്തില്ല പെരുമാറുന്നത്. കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ഞാനാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത്, ആണല്ലോ. അന്ന് എൻ്റെ മെൻറ്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു. നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലിൻ്റെ എല്ലാ കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. ഷഹസാദേ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ 2 പേര് ചില ഘട്ടങ്ങളിൽ എൻ്റെ ബിസിനസ് തകർക്കാനും പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിസിനസ് ഞാൻ ചെന്നൈയിൽ എടുത്തിട്ടുണ്ടോ എന്നാണ് ഷഹസാദ് മറുപടി ചോദിക്കുന്നത്. ചെന്നൈയിലെടുത്തോ ഇല്ലയോ എന്നല്ല, നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച പലതും എൻ്റെ അടുത്തുണ്ട്. ഒന്നും ചെയ്തില്ല എന്ന് മാത്രം പറയരുത്. ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാര വച്ചിട്ടുണ്ടെന്നാണ്. ആ സിറ്റുവേഷനിൽ ഞാൻ പലതും ചെയ്തു. നിങ്ങൾ ഫേസ്ബുക്കിൽ പല പോസ്റ്റ് ഇട്ടു, ഞാനുമായി നിൽക്കുന്ന പല പ്രശസ്തരുടെയും ഫോട്ടോ ഇട്ട് എഴുതി. ഇടതുപക്ഷത്തിൻ്റെ പ്രശസ്തരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ ഒന്നാം നിരക്കാരായ ആൾക്കാരുമായിട്ടാണല്ലോ രാജേഷ് കൃഷ്ണ നിൽക്കുന്ന ഫോട്ടോകൾ. ഇതൊക്കെ വാരി ഷഹസാദ് അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തില്ല എന്ന് പറ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പറ ഷഹസാദ്, പറ. നീ ഈ പാരയെല്ലാം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഷഹസാദിൻ്റെ വഴിയെ വന്നിട്ടില്ല. എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. നിങ്ങൾക്കിനി എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളതെന്ന് പറയൂ.
എനിക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് നേരി കാണാം. ഞാൻ കാണണം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടല്ല. ഓക്കെ, അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഷസാദ് അല്ല രാജേഷ് കൃഷ്ണ പറയാണ്, ഓക്കെ, ഞാൻ ജീവിതത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ആളല്ല. അപ്പോൾ രാജേഷ് കൃഷ്ണയുടെ ഒരു മറുപടിയുണ്ട്. നല്ലോണം ശത്രുക്കളെ ഉണ്ടാക്കുന്ന ആളാണ് ഷസാദ്. എല്ലാ സ്ഥലത്തും ശത്രുക്കളുണ്ടായിരുന്നു. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഞാനങ്ങ് മാറിപ്പോവുമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ ഷസാദേ? നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചു. നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ നിങ്ങൾ എനിക്കെതിരെ ശ്രമിച്ചത് ഇക്കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയാൽ ഞാൻ പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ കേട്ടാൽ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ. നല്ല ചങ്കുറപ്പുള്ളാണെന്നുള്ള രീതിയിലാണ് അയാൾ മറുപടി പറയണത്. തൻ്റെ ഭാര്യയെ എന്നും ചേർത്ത് താൻ കള്ളക്കഥകൾ പറഞ്ഞാൽ എനിക്ക് ഭാര്യയും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് താൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ അല്ല. എന്നെപ്പറ്റി അങ്ങനത്തെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഞാൻ അവരുമായി കൂടുതൽ ചേർന്ന് നിൽക്കും എന്നാണ് രാജേഷ് കൃഷ്ണ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അതിൻ്റെ പേരിൽ ഒരു ഡാമേജും എനിക്കുണ്ടായിട്ടില്ല. ഇനി ബാക്കി പറ. എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. അയാൾക്ക് ഏക ഉത്തരം ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഉത്തരേ പറയുന്നുള്ളൂ. എത്ര തെറി വിളിച്ചിട്ടും എനിക്കൊന്ന് കാണണം എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കാണേണ്ട കാര്യം പറയും. അതിൽ കണ്ടിട്ട് കാര്യമുണ്ടോ വർത്തുണ്ടോ എന്ന് ഞാൻ കൂടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണല്ലോ അതിൻ്റെ ബാക്കി പോകണം. നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ഈ പറയുന്ന PBയിൽ കൊടുത്ത രഹസ്യ കത്തിൽ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ അവിഹിതമായി ഇടപെട്ടതൊക്കെ വച്ചാണ് കൊടുത്ത് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ ഗോവിന്ദൻ മാഷിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചു. അങ്ങനെ നോട്ടീസ് അയച്ചു എന്നുള്ളത് ഒരു മീഡിയ വഴി സുഹൃത്ത് വഴിയാണ്, മീഡിയയുടെ സുഹൃത്ത് വഴിയാണ് ഞാൻ അറിഞ്ഞതെന്നാണ് ഷസാദ് പറയുന്നത്. ഷസാദിൻ്റെ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസങ്ങളാണ്. ഇവിടെ നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ പറയുന്ന വാചകം അടിച്ച് വീഴ്ത്തുന്ന കുറേ 2-3 ചാനലുകളുണ്ടല്ലോ, അവരാണ് ഇയാളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. പിന്നെ ഈ പത്രക്കാരെയും വിളിക്കും, ഏത് മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, അവരെയൊക്കെ വിളിച്ച് സംസാരിക്കും. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ നുണകൾ പറയുന്ന മഞ്ഞപത്രത്തിൻ്റെ ലെവലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നുണ പറയുന്നവർക്കാണ് അവൻ എല്ലാം ചോർത്തി കൊടുക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ നോട്ടീസ് വരട്ടെ, എൻ്റെ അഡ്വക്കേറ്റ് വിശദമായ മറുപടി നൽകുന്നതാണ്, അത് കഴിഞ്ഞ് ഞാൻ കോടതി പൊയ്ക്കോളാം എന്നാണ് പറഞ്ഞത്. കോടതി പോകേണ്ടി വരും. കുടുംബം തകർത്തവൻ്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയോട് എനിക്ക് ഗുഡ് ബൈ പറയേണ്ടി വരും. കുടുംബത്തേക്കാൾ വലുതല്ല ഏത് പാർട്ടിയും സെക്രട്ടറിയുടെ മകനും. ഇനി മുതൽ ലൈവും ബ്രേക്കിങ്ങും എല്ലാം ഞാൻ ചെന്നൈയിലിരുന്ന് നടത്തും. അക്രമകാരനും തട്ടിപ്പ് വീരനുമായ കഥാപാത്രത്തെ പോഴ്ത്തിക്കൊണ്ട് 2020 കൂടെ പിറന്ന സ്വന്തം ജ്യേഷ്ഠത്തിയുടെ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഇയാൾ, നിങ്ങൾ ഫേസ്ബുക്ക് കയറി നോക്കിയാൽ കമ്പിപ്പടം കാണുന്നത് പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ എന്നെപ്പറ്റി സ്വയം വ്യവസായി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനൊരു ബിസിനസ്സുകാരൻ മാത്രം. വ്യവസായി ലുക്കും എനിക്കില്ല. അത് ശരിയാ, ഒരു കള്ള ലക്ഷണമേ ഉള്ളൂ മുഖത്ത്. കുടുംബത്തെ തകർത്തവനെ ഞാൻ വെറുതെ വിടില്ല. അവിഹിത കഥ, ഫ്ലാറ്റിൽ BMW കാർ ഇടയ്ക്കിടെ വന്ന് പാർക്ക് ചെയ്യുന്ന ആരോ പറഞ്ഞു കൊടുത്തു എറണാകുളത്ത്. അങ്ങനെയാണ് അദ്ദേഹം അവിഹിത കഥ അറിഞ്ഞത്. ഭാര്യയുടെ ലുങ്കി എന്ന് പറഞ്ഞാൽ കൈലി എടുത്ത ഒരാൾ കാറിലിരിക്കുന്നു. 2 ദിവസമായി എൻ്റെ സുഹൃത്ത് വീട്ടിലുണ്ട്, ഞങ്ങൾ ചില ഡിസ്കഷനിലാണെന്ന് ഭാര്യ അയാളോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അത് അവിഹിതമാണെന്നാണ് ഷസാദ് പറയുന്നത്. പിന്നെ മമ്മൂക്കയെ അവഹേളിച്ചതല്ലല്ലോ, ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞതല്ലേ എന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയൊക്കെ ഇയാൾ പറയുന്ന നിലവാരത്തിലേക്ക് വരുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാണ് മമ്മൂട്ടിയെ വിളിക്കുകയാണ് വലിയാപ്പാന്ന്. വലിയാപ്പയ്ക്ക് ഇപ്പോൾ പഴയ പിന്തുണയില്ല, പാതി കുറഞ്ഞു. കുറച്ച് ഫാൻസുകാർ മാത്രം തലങ്ങും വിലങ്ങും ഉണ്ട്. ബാക്കിയുള്ള മലയാളികൾക്ക് മൂപ്പരുടെ സ്വഭാവം മനസ്സിലായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മലയാളികൾക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഫ്രോഡാണെന്ന് മനസ്സിലായെന്നാണ് ഈ മഹാൻ പറയുന്നത്. എടോ, അദ്ദേഹത്തിൻ്റെ അസുഖം മാറി എന്നറിഞ്ഞപ്പോണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ ജനതയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാനെ രക്ഷപ്പെട്ടല്ലോ. നിനക്ക് മദ്രാസിൽ ഇരിക്കുന്ന ഈ തരികിട കളിച്ച് കഴിയുന്ന ഷസാദിന് ഇതും എവിടെ അറിയാൻ? മമ്മൂട്ടിയുടെ ഭീഷണിയുടെ സ്വരമാണെന്നാണ് അയാൾ പറയുന്നത്. അത് പറയാൻ കാര്യം സാന്ദ്ര തോമസ് തുറന്നടിച്ചു എന്നാണ് പറഞ്ഞത്. മമ്മൂട്ടിക്ക് ഭീഷണിയുടെ സ്വരമാണ്.
എല്ലാം ഈ ഗ്യാങ്ങുകളിലാണ് ചെന്ന് ചേരുന്നത് ഈ ഷെർസാദ്. മനസ്സിലായില്ലേ? എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ചേരേണ്ടടുത്ത് തന്നെ പോയി ചേരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നട്ടാ കുരുക്കാത്ത നുണകൾ പറയുന്ന മഞ്ഞപത്രത്തിൻ്റെ ലെവലിലുള്ള ചാനലുകൾ നടത്തുന്ന അവതാരകരുമായിട്ടാണ് കമ്പനി. അപ്പോൾ അവരുടെ ചെന്ന് ഭാര്യയുടെ പരദൂഷണവും മമ്മൂട്ടിയുടെ പരദൂഷണവും രാജേഷ് കൃഷ്ണയുടെ പരദൂഷണവും പറഞ്ഞു കൊടുത്താൽ മതി. അവർ പിന്നെ കഥ ഉണ്ടാക്കിക്കൊള്ളും. 5 മാസമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന മമ്മൂട്ടി എയറിലാകുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. എടോ വിഡ്ഢി കൂഷ്മാണ്ഡം, മമ്മൂട്ടി ഒരു എയറിലും ആവില്ലടോ. അതൊക്കെ തൻ്റെ ആഗ്രഹമാണ്. 5 മാസമായിട്ട് അദ്ദേഹം റെസ്റ്റിലാണല്ലോ. അതോടെ തന്നെ അയാൾ എയറിലായി എന്നാണ് ഈ മഹാൻ പറയുന്നത്. മമ്മൂട്ടി ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് മലയാളികൾക്കൊരു തോന്നലുണ്ട്. ഒരിക്കലും അല്ല. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരൻ്റെ കൂടെയും വേട്ടക്കാരന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത അപൂർവ വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് ഷെർസാദ് കണ്ടുപിടിച്ചു. മമ്മൂട്ടിയുടെ വീട്ടിൽ കൂടിയ അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലാണ് ദിലീപിൻ്റെ അംഗത്വം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതൊന്നും ഈ പൊട്ടൻ അറിയില്ല. അതാണ് പ്രശ്നം. എന്തൊക്കെയോ വാരി വലിച്ചെഴുതുന്നു. പാർട്ടിയിൽ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പിന്തുണ ഉണ്ടെന്ന് തോന്നുന്നു. ആ ചങ്കൂറ്റം വെച്ചാണ് പുള്ളി അടിക്കുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ദിലീപിന് വേണ്ടി എല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത് മമ്മൂട്ടിയാണ്. തെറി വിളിച്ച പാർവതി തിരുവോത്തിനെ മകൻ ദുൽഖർ സൽമാൻ ക്ഷുഭിതനായി പാർവതിയോട് സംസാരിച്ചത്. മമ്മൂട്ടിയെ തെറി വിളിച്ചതിന് മറുപടിയായിട്ട് ക്ഷുഭിതനായി ദേഷ്യപ്പെട്ട് ദുൽഖർ സംസാരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഇൻസൾട്ട് ചെയ്തു പാർവതിയെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ പാർവതി പൊട്ടിക്കരഞ്ഞു. പാർവതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാർവതി തിരുവോത്ത്, ഞാൻ മമ്മൂട്ടി മറ്റേ ഒരു പോലീസ് ഓഫീസറായ ഒരു പോലീസുകാരിയുടെ ബെൽറ്റി കുത്തിപ്പിടിക്കുന്ന ഒരു സീനിനെ വെച്ചാണല്ലോ എന്തൊക്കെ പറഞ്ഞത്. അതിന് ദുൽഖർ എന്നെ അനാവശ്യം പറയുകയും ഞാൻ പൊട്ടിക്കരഞ്ഞു എന്ന് ഒരിടത്തും പാർവതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മഹാൻ, ഈ പറയുന്ന ഷെർസാദ് പറയുന്നു. ആ ഡാമേജ് തീർക്കാനാണ് അത്രേ പാർവതിയുമായി മമ്മൂട്ടി പുഴു ചെയ്തത്. പോട്ടെ, നിന്നെ ഞാൻ തെറി വിളിച്ചതിന് പകരം എൻ്റെ പടത്തിൽ അഭിനയിപ്പിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടി ഒരു ഓഫർ വെച്ചാൽ അത് സ്വീകരിക്കാത്ത വ്യക്തിത്വമുള്ള ആളാണ് പാർവതി എന്ന് ഞാൻ പറയും. പുഴുവിൻ്റെ റൈറ്റർ ഹർഷാദ് എന്ന് പറയുന്ന ആൾ സിമി പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. മുസ്ലിം തീവ്ര ഗ്രൂപ്പായ സിമിയുടെ പ്രവർത്തകനാണെന്ന് ഷെർസാദ് പറയുന്നു. കാരണം മമ്മൂട്ടിക്ക് വേണ്ടി പുഴു എഴുതിയതുകൊണ്ട്. പുഴുവോടെ മമ്മൂട്ടി ഫാൻസുകാരുടെ ഉപദ്രവം പാർവതിക്കില്ലാതെയായി. കാരണം മമ്മൂട്ടിയുടെ കൂടെ പാർവതി അഭിനയിച്ചതോടുകൂടി ഫാൻസുകാർ പാർവതി അങ്ങ് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. സാന്ദ്ര പ്രശ്നം, മമ്മൂട്ടിക്ക് മീഡിയ മുഴുവൻ എതിരായി. കേരളത്തിലെ മുഴുവൻ മീഡിയകളും സാന്ദ്രയോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആ കേസൊക്കെ പിൻവലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാ മീഡിയകളും മമ്മൂട്ടിക്കെതിരായെന്നാണ് പറഞ്ഞത്. എടോ മഹാനെ, അദ്ദേഹത്തിൻ്റെ എല്ലാ റിസൾട്ടും നെഗറ്റീവായെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ തന്നെ കൊണ്ടു നടക്കുന്ന ഷാജൻ സ്കറി അടക്കം എന്ത് എഴുതിയെന്ന് നോക്ക്. മമ്മൂട്ടിക്കെതിരായിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്ക്. ഒരുത്തൻ്റെ ശല്യം തീർന്നു എന്ന് പറഞ്ഞവൻ മാത്രമേ പ്രതികരിക്കാതുള്ളൂ. ബാക്കി ആരുടെ വേണമെങ്കിലും എടുത്ത് നോക്ക്. ദുൽഖറിന് ജന്മദിന ആശംസ പടം സഹിതം അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നെയും ഏഷ്യാനെറ്റിനെയും മാതൃഭൂമിയും പോപ്പുലറാക്കാൻ ഡൽഹിയിൽ കേസ് കൊടുത്തു രാജേഷ് കൃഷ്ണ. റിപ്പോർട്ടറിലും 24-ലും നിൻ്റെ ആൾക്കാർ ഉള്ളതിനാൽ നീ അവരെ ഒഴിവാക്കി എന്നാണ്. എടാ പോടാ പട്ടി നീ എന്നൊക്കെയാണ് വിളിക്കുന്നത് രാജേഷ് കൃഷ്ണൻ. എന്ത് പാപം ചെയ്തിട്ടാണെന്ന് പറഞ്ഞോ രാജേഷ് കൃഷ്ണ. അതായത് ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിയുടെയും ഈ മഹാനായ അർഷാദ് സാഹിബിൻ്റെയും പേരിൽ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത രാജേഷ് കൃഷ്ണ റിപ്പോർട്ടറിൻ്റെയും 24-ലെയും അതിൽ നിന്ന് ഒഴിവാക്കിയത് അവിടെ അയാൾക്ക് പറ്റിയ ആളുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെ തിയേറ്ററിൽ കോടതി ചെല്ലുമ്പോഴേ തെളിയിക്കേണ്ടി വരും. പി ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കോൺസ്പിറൻസി ടെററിസ്റ്റാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പി ശശിക്കൊക്കെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. അദ്ദേഹം വക്കീലും കൂടെ ആയതുകൊണ്ട് ചുമ്മാ കൊടുത്താൽ മതി, കയറി ഇറങ്ങട്ടെന്നേ കണ്ണൂരിൽ. മലയാള സിനിമാ മേഖലയിൽ രാജേഷ് കൃഷ്ണന്മാരുടെ ശല്യം കാരണം സ്ത്രീകൾ ബുർക്ക ധരിക്കേണ്ട അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നോമിനേഷൻ കൊടുക്കാൻ വന്ന സാന്ദ്ര തോമസ് ബുർക്ക ധരിച്ച് മുഖംമൂടി ഇട്ടൊക്കെ വന്നത് രാജേഷ് കൃഷ്ണനെ പോലുള്ള അലവലാദികൾ ഉള്ളതുകൊണ്ടാണെന്നാണ് ഈ മഹാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലണ്ടൻകാരനെതിരെയുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും, അതെൻ്റെ അവകാശമാണ്. ആരെങ്കിലും പറഞ്ഞോ ലണ്ടൻകാരൻ്റെ പേരിൽ ഇങ്ങനെ പോരാട്ടം നടത്തരുതെന്ന്? ലണ്ടൻകാരനോട് പോരാട്ടം നടത്തിയ ഒരു കഥ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എയർപോർട്ടിലിട്ട് നമ്മുടെ വീരശൂര പരാക്രമിയായ ഒരു പത്രപ്രവർത്തകനെ രാജേഷ് കൃഷ്ണ ഓടിച്ചിട്ടടിക്കുന്നത്. നടക്കട്ടെ, അതിനപ്പുറം എന്ത് പറയാൻ. പിന്നെ അയാൾ ചെയ്തിരിക്കുന്നത് പിണറായിക്ക് ജന്മദിനാശംസ നേർന്നിട്ടുണ്ട്.
സ്വരാജിന് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ യാത്രാമൊഴിയൊക്കെ ആ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. CPMൻ്റെ ബ്രിട്ടൻ സാംസ്കാരിക ഘടകമായ കൈരളിയുടെ നാഷണൽ കമ്മിറ്റിയിൽ നിന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജേഷ് കൃഷ്ണ പുറത്ത്. MP രാജേഷിന് നന്ദി എന്നാണ് എഴുതിയിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് രാജേഷാണോ ഇയാളെ പുറത്താക്കിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നന്ദിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിൽ. അങ്ങനെ വർഷങ്ങളായി കാത്തു നിൽക്കുന്ന ഡിഫാമേഷൻ കേസ് വരാൻ പോകുന്നു. നീ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോകണം. I am ready എന്നാണ് രാജേഷ് കൃഷ്ണയോട് ഈ മുനിയാണ്ടി പറയുന്നത്, ഷെർസാദ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഷെർസാദിന് കഷ്ടം തോന്നുന്നു. ഒന്ന്, പിലാത്തോട്ടിലെ സഹോദരിമാരുടെ കഥ. രണ്ട്, മലയാള സിനിമ മറ്റൊരു ഹേമ കമ്മിറ്റിയെ വെക്കേണ്ടി വരുമല്ലോ, ദൈവമേ എനിക്ക് വയ്യ. അതാണ് ഇയാളുടെ രണ്ട് വിലാപങ്ങൾ. അഭിവാദ്യങ്ങൾ സഖാവേ, കൂടെയുള്ള ആളെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ താങ്കളുടെ സൽപ്പേര് നഷ്ടപ്പെടുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ PS ആയ A. പ്രദീപ് കുമാറിൻ്റെ കൂടെ രാജേഷ് കൃഷ്ണയായിട്ട് നിൽക്കുന്ന ഫോട്ടോ കൊടുത്ത്. ഈ ഫോട്ടോയൊക്കെ ഇവിടുന്ന് ഒപ്പിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ബത്ത ശത്രുവാണ്, പക്ഷേ രാജേഷ് അനങ്ങിയാൽ ആ ഫോട്ടോ ഇയാൾക്ക് കിട്ടും. അപ്പോൾ പ്രദീപ് കുമാറും രാജേഷും കൂടെ നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഷെർസാദ് എഴുതിയിരിക്കുകയാണ്, അഭിവാദ്യങ്ങൾ സഖാവേ, കൂടെയുള്ള ആളെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ താങ്കളുടെ സൽപ്പേര് നഷ്ടപ്പെടും. അത് കാലെ പിടിച്ച് കണ്ടില്ലേ, ഒന്നെനിക്ക് കാണാൻ പ്ലീസ്, ഒന്ന് അനുവദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എത്ര മുഖമുള്ളവെന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ കെട്ടിയോളും പിടിച്ചുകൊണ്ടുള്ള ഉടായിപ്പ് FB പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു തന്നു. അതായത് രാജേഷ് കൃഷ്ണ അയാളുടെ ഭാര്യയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ വന്ന ഫോട്ടോ ഒരു കൂട്ടുകാരൻ ഇയാൾക്ക് അയച്ചു കൊടുത്തു. ഇയാൾക്ക് കൂട്ടുകാരൻ ഇയാൾക്ക് നേരിട്ടെടുത്തൂടെ? താൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ എല്ലാവരെയും ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണോ എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ തന്തയ്ക്ക് ജനിക്കാൻ പറ്റുള്ളൂ ഷെർസാദെ, അത് നിനക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. നീ ഒരു ഞരമ്പനായതുകൊണ്ടായിരിക്കും നിനക്ക് ഇത് അറിഞ്ഞൂടാത്ത. ഇങ്ങനെ ആളുകളെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചു എന്ന് പറയാതെ, ഞാൻ നിന്നെ നുണപരിശോധന അഥവാ പോളിഗ്രാഫ് ഓർ നാർക്കോട്ടിക് ടെസ്റ്റിന് വിധേയമാക്കാൻ വെല്ലുവിളിക്കുന്നു. കൂടെ എന്നെയും ചെയ്യാം, ചെലവ് മൊത്തം ഞാൻ വഹിക്കാം. കൂടെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറിനെയും വിളിച്ചോളൂ, തയ്യാറാണെങ്കിൽ അറിയിക്കുക. അതായത് രാജേഷ് കൃഷ്ണയും മമ്മൂട്ടിയൊക്കെ നുണ പരിശോധനയ്ക്ക് കൊണ്ടുപോകാമെന്ന്, പൈസ മുഴുവൻ ഇയാൾ ചിലവാക്കാമെന്ന്. എടോ മനുഷ്യ, നുണ പരിശോധന നിനക്കോ എനിക്കോ പൈസയുടെ അഹങ്കാരമുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ പൈസ മുടക്കിയാൽ ചെയ്യാൻ പറ്റുമോ? അതിന് ഹൈക്കോടതിയിലേക്ക് ഓർഡർ വേണ്ടേ? എന്തൊക്കെ ആലോചിക്കും. മമ്മൂട്ടിയെ കൊണ്ടൊന്ന് നുണ പരിശോധന നടത്തണമെന്ന്, അതിന് പൈസ ഞാൻ ചിലവാക്കാമെന്ന്. കാരണം മമ്മൂട്ടി ഇല്ലല്ലോ, അതുകൊണ്ട് ഇദ്ദേഹം ചിലവാക്കാമെന്നാണ് പറയണത്. ഏപ്രിൽ 13 KM ഷാജഹാന് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, നല്ല ബാച്ചുകളാണ് കേട്ടോ, എല്ലാം ഉഗ്രം ബാച്ചുകളാണ്. KM ഷാജഹാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഷെർസാദ് ഇട്ടിരിക്കുന്ന പോസ്റ്റ്, പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാജേഷ് കൃഷ്ണ ഭൂലോക ഫ്രോഡ്, ME ഗോവിന്ദനും കുരുക്ക്. അത് ഷാജഹാൻ ഇട്ട പോസ്റ്റിനെ എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഷാജഹാൻ താങ്ക്സ് പറഞ്ഞിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയെ പൂട്ടിയ ഷെർസാദിൻ്റെ കഥ. UK ദല്ലാൾ രാജേഷ് കൃഷ്ണ കടക്ക് പുറത്തുനിന്ന് പാർട്ടി, ഇത് ഷെർസാദിൻ്റെ വിജയഗാഥ. ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്ക് ബഹുരസമാണ്. ചിരിച്ച് സമയം പോകാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഷെർസാദിൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മതി. അതുപോലെ നമ്മളെ ഒരു ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ച ദേ ഇങ്ങോട്ട് നോക്കിയെന്നാ അല്ല, അതുപോലെ ഒരു പടം ഉണ്ടല്ലോ, പേര് മറന്നു. ആ പടത്തിൽ അഭിനയിച്ച ഒരു വക്കീലുണ്ടല്ലോ, ഷുക്കൂർ വക്കീൽ, അദ്ദേഹത്തിന് വിളിക്കുന്ന തെറി കേട്ടോളൂ. ഭാര്യയെയും മക്കളെയും ഗാർഹിക പീഡനത്തിന് വിധേയനാക്കിയ ആളാണ് ഷെർസാദ്. ഷുക്കൂർ വക്കീൽ എഴുതിയിരിക്കുക. അയാളുടെ വാക്ക് കേട്ടാണ് മമ്മൂട്ടിയെ ജഡ്ജ് ചെയ്യാൻ സംഘ് കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഈ ഷെർസാദ് എഴുതിയിരിക്കുക, എടാ ഷുക്കൂറേ, തനിക്ക് വക്കീൽ പണിയേക്കാൾ മാമാ പണിയാണ് ഭേദം. ഈ പറയുന്ന ഷുക്കൂർ വക്കീലും ഒരു അഡ്വക്കേറ്റാണല്ലോ, ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം. കാരണം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എടാ ഷുക്കൂറേ, ഈ പ്രതാപേന്ദ്രൻ പണ്ട് എടാ CBI എന്ന് വിളിക്കും പോലെ, എടാ ഷുക്കൂറേ, തനിക്ക് വക്കീൽ പണിയേക്കാൾ മാമാ പണിയാണ് ഭേദം. 2015 മുതലുള്ള നമ്മുടെ ചാറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ നിർബന്ധിതനായതെന്ത്? 2021 രാജേഷ് കൃഷ്ണയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് വീണ്ടും ചോദിച്ചപ്പോഴല്ലേ ബ്ലോക്ക് ചെയ്തത് എന്ന് ഏപ്രിൽ 10 ബ്ലോക്ക് എഴുതിയിരിക്കുകയാണ് ഷെർസാദ്. അപ്പോൾ 2015 മുതൽ ഈ സംഭവം നടക്കുകയാണ്. 2021 PBയിൽ കിട്ടിയ രഹസ്യം 2021 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ
പോളിറ്റ് ബ്യൂറോ ഒരു അസാധാരണ നടപടിയിൽ കൂടി അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്ത പ്രതിനിധി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നാണ് ചെയ്യുന്നത്. രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാതെ പുറത്താക്കിയത് ഇയാളുടെ പരാതി കൊണ്ടാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യാജ പരാതികൾ കൊടുത്താൽ PBയിൽ നിന്ന് പലരെയും പുറത്താക്കി നിർത്തുമായിരിക്കും. 2022 അന്നത്തെ സെക്രട്ടറി സഖാവ് കോടിയേരിക്ക് കൊടുത്ത കത്തിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു. രാജേഷ് കൃഷ്ണയെ പോലുള്ള സമൂഹദ്രോഹികളെ നിങ്ങൾ എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഇനിയെങ്കിലും കേരള സമൂഹത്തോട് നിങ്ങൾ പറയാൻ തയ്യാറാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2022 കൊടുത്ത അല്ലെങ്കിൽ പുറത്തു വന്ന വാർത്തയാണ് മാതൃഭൂമി വലിയ കോപ്പിലെ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ അടിച്ചു വിട്ടിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ തകർന്നു, തരിപ്പണമായി, കേരള രാഷ്ട്രീയം കലങ്ങി മറിയുന്നു, ഈ അടുത്ത ഇലക്ഷനിൽ പോക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. എടാ ഈ ഷേംസ് കുമാറിന് അടുത്തവണ മന്ത്രിയാവണമെങ്കിൽ ഷേംസ് കുമാറെ ഈ റിപ്പോർട്ടറെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എടാ എൻ്റെ മന്ത്രിസ്ഥാനം വരെ നീ തെറിപ്പിക്കുകയാണോടാ എന്ന് ചോദിക്കണ്ടേ? മാതൃഭൂമി പോലുള്ള ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരു മുത്തശ്ശി എന്ന് വിളിക്കാവുന്ന ഒരു പത്രം വഴി കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വിടാമോ? 2022 പുറത്തു വന്ന സാധനം എടുത്ത് 2025 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ലീക്കായി എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ നിങ്ങളുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം കടന്നു വന്നതെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പലരോടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മമ്മൂട്ടി നിർബന്ധിച്ചു പ്രൊഡ്യൂസറോട് അതിൻ്റെ പാർട്ണറായിട്ട് ഈ പറയുന്ന രാജേഷ് കൃഷ്ണയോടെ വയ്ക്കാൻ. അത് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഷെർസാദിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം കാണില്ല എന്ന് എനിക്ക് നന്നായി അറിയാം, എങ്കിലും എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ 10 എപ്പിസോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഷെർസാദിൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയിട്ട് അതിനുള്ള മറുപടി ഈ പറയുന്ന രതീന, അയാളുടെ മുൻ ഭാര്യ, സഹികെട്ടോടിയതായിരിക്കും കേട്ടോ, ആ മുൻ ഭാര്യ കൊടുത്തിരിക്കുന്ന മറുപടിയും കൂടെ രണ്ടും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും യൂട്യൂബർമാരുണ്ടെങ്കിൽ ഒരു 10 എപ്പിസോഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ കിട്ടും. രാജേഷ് കൃഷ്ണ വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ രതീന പറഞ്ഞ മറുപടികൾ മാത്രം കേട്ടാൽ മതി ഇയാളൊരു ഭൂലോക ഫ്രോഡാണെന്നറിയാൻ. കാണാം വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് രാജേഷ് കൃഷ്ണ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. അയാൾ എന്തായാലും ബോൾഡാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലൊന്നും അയാൾ പതർന്നില്ല. നേരെ പോകണ്ട, ഞാൻ ജീവിക്കുന്നത്, നീ കേന്ദ്രത്തിൽ പോയി നിർമ്മലാ സീതാരാമനെ കൊണ്ട് എന്നെ അങ്ങ് ചെയ്തു കളാന്നൊക്കെയാണ് അയാൾ പറയണത്. ബഹുരസമാണ്. അതിൽ ഈ മമ്മൂക്ക എന്തിനു പിടിച്ചു കിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കാറും കോളും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് ഒരു എപ്പിസോഡൂടെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അപ്പം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.